Namaste. I am Uttaman K.M. Kodiri, the author of The Scientific Journey Through Bhagavad Gita, the great, and the dealer of its class for Bhagavad Gita and many matters seen in nowadays. ഇന്ന് മാർച്ച് 8 സ്ത്രീ ശാക്തീകരണ ആഗോള സ്ത്രീ ശാക്തീകരണ ദിനം. എങ്ങനെയാണ് സ്ത്രീകളെ ശക്തിയുള്ളവരാക്കുക? ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവരാക്കി തീർക്കുക. ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവരാക്കി തീർക്കുക. എങ്ങനെയാണ് സ്ത്രീകളെ ശക്തിയുള്ളവരാക്കി തീർക്കുക? ആർക്കാണ് മറ്റൊരാളെ കൂടുതൽ ശക്തിയുള്ളവരാക്കാൻ കഴിയുക? ജന്മനാ തന്നെ സ്ത്രീകൾക്കുള്ള സൃഷ്ടി അങ്ങനെയാണ്. എല്ലാവർക്കും ജന്മനാ തന്നെ ശക്തിയുണ്ട്. പലതും ചെയ്യാൻ, എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാൻ കഴിയുകയില്ല. ഈ ലോകത്ത് എല്ലാ കാര്യവും എല്ലാം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ എങ്ങനെയാണ് എല്ലാ കാര്യവും സ്ത്രീ ശാക്തീകരണം ഉണ്ടാക്കുക? എല്ലാ സ്ത്രീകളെയും ഒരു ഭരണകൂടത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സ്ത്രീകൾക്ക് അതിപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീധന സമ്പ്രദായങ്ങളൊന്നും ഇനിയും പോയിട്ടില്ല. സ്ത്രീധന സമ്പ്രദായങ്ങളൊന്നും ഇനിയും പോയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അതുപോലെ ചില തൊഴിൽ സംരംഭങ്ങളിലും സ്ത്രീകളെ പുരുഷന്മാർ അവഗണിക്കുന്നുണ്ട്, മോശമായി പെരുമാറുന്നുമുണ്ടാകാം. അതൊക്കെ നേരിടാൻ സ്ത്രീകൾക്ക് കഴിയാഞ്ഞിട്ടല്ല പുരുഷന്മാരെ പോലെ ശരിക്കു പറഞ്ഞാൽ ഉളുപ്പില്ലാത്തവരാകാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ അവർക്കത് നേരിടാൻ പുറത്തിറങ്ങണ്ടേ. വീട്ടിൽ ചിലപ്പോൾ ഭർത്താവുണ്ടാവും, മക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ചീത്തപ്പേര് തനിക്കുണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് ചിന്ത കൊണ്ട് മൗനമായിരിക്കുകയാണ് പലരും. അതൊക്കെ എങ്ങനെ ശ്രമിച്ചാലും സാധിക്കുകയില്ല. ഇപ്പോൾ ഇതിനിടയ്ക്ക് 6 വയസ്സുള്ള പെൺകുട്ടിയെ അച്ഛൻ ബലാത്സംഗം ചെയ്യുന്നു. 2 വയസ്സുള്ള പെൺകുട്ടിയെ പല പ്രാവശ്യം ബലാത്സംഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കർശനമായ നിയമം? അത് സംഭവിച്ചു കഴിഞ്ഞാലല്ലേ, എന്നാലും അത് സംഭവിച്ചു കഴിഞ്ഞാലേ ചെയ്യുന്നുള്ളൂ. എന്നാലും കർശനമായ നിയമം. ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം. സമൂഹം കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ. വലിയവർ എന്തോ അത് എനിക്ക് കഴിയില്ല, പീഡിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ആരോട് പറയാൻ, എന്ത് പറയാൻ? പക്ഷേ ഇന്ന് സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾ ശരിക്കും പുരുഷന്മാരെക്കാളും ശക്തിയുള്ളവരാണ്. ഒരിക്കൽ ഒരു വീട്ടിൽ കള്ളൻകാരുന്നു. പണ്ടുള്ള സമ്പ്രദായം, വീട്ടിൻ്റെ തഴുതിട്ട വാതിലാണ്. അപ്പം കള്ളൻ വന്ന് വാതിലിനെ തള്ളി തുറക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഭർത്താവ് ഏറ്റുകാരനാണ്. ഭർത്താവ് ഏറ്റുകത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്ത്രീ വാതിൽ തള്ളിപ്പിടിക്കുന്നു. അങ്ങനെ കള്ളൻ തുറന്ന് കയറുമ്പോഴേക്കും ഇയാൾ കത്തി വീണു പോകുമെന്ന് തോന്നി. ഭാര്യ കയ്യിൽ പിടിച്ച് പറിച്ച് വാങ്ങി കള്ളനെ വെട്ടി. ആർക്കാണ് ശക്തി, ധൈര്യം? അതാണ്, അങ്ങനെയാണ്. അപ്പോൾ പലതും
സ്ത്രീകൾ നല്ല ശക്തിയുള്ളവരാണ്. ഇപ്പോൾ കുട്ടികളെ 10 മാസം ചുമന്ന് പ്രസവിക്കുന്നു. ആ കുട്ടികൾ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് നല്ല പൗരന്മാരാക്കുന്നു. നിങ്ങൾ മോശമായിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരമ്മയും വളർത്തുന്നില്ല. അപ്പോൾ ആ കുട്ടികളെ നല്ല സ്വഭാവമുള്ളവരാക്കി തീർക്കുന്നു. ആ പ്രായത്തിൽ അമ്മ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വഭാവമാണ് മനുഷ്യൻ മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ ആണായാലും പെണ്ണായാലും മരിക്കുന്നത് വരെ ഉണ്ടാവുക എന്നാണ് അഭിജ്ഞർ പറയുന്നത്. സത്യം തന്നെ, അനുഭവം അത് തന്നെയാണ്. അമ്മ തന്നെയാണ് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. അപ്പം പെൺകുട്ടികൾക്ക് ഞാൻ പറയുന്നു പുരുഷന്മാരെക്കാൾ കഴിവുണ്ട്. അതുപോലെ ഒരു കുടുംബം മുഴുവൻ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയും. പുരുഷന് എന്ത് ചെയ്താലും കഴിയില്ല. ഒരു വീട്ടിലെല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ സ്ത്രീക്ക് കഴിയും. അതിനുള്ള ആർജവം അവർക്കുണ്ട്. ഈ ദൈവം കൊടുത്തതാണത്, ദൈവികമായി കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരെക്കാളും വളരെ ഊർജ്ജസ്വലരും ശക്തവന്മാരും ധൈര്യമുള്ളവരും എന്തിനേയും നേരിടാൻ കരുത്തുള്ളവരാണ് സ്ത്രീകൾ. അതുപോലെ തന്നെ ഇന്ന് എല്ലാ ഭരണഭാഗത്തു നിന്നുണ്ടായ മാറ്റങ്ങളും മറ്റും നിമിത്തം ഇന്ന് ഏത് മേഖലയിലും സ്ത്രീകൾക്കെത്താം, സ്ത്രീകളുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിനേക്ക് എത്രയോ മുമ്പേ ബ്രിട്ടീഷുകാരുടെ ഇവിടെ വന്ന് ഭരണം നടത്തുമ്പോൾ തന്നെ അതിന് മുമ്പേ തന്നെ ചെറിയൊരു രാഷ്ട്രമായ ബ്രിട്ടനിൽ വിക്ടോറിയ രാജ്ഞി എത്ര കാലം ഭരിച്ചു. സിരിമാമ ഭണ്ഡാരനായിക എത്ര കാലം ഭരിച്ചു. ശ്രീലങ്കയിൽ അപ്പോൾ അങ്ങനെ അതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പ്രധാനമന്ത്രിയാവുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ഏറ്റവും വളരെ നന്നായി ശോഭിച്ച ഒരു വ്യക്തിയാണ് സ്ത്രീ ഇന്ദിരാഗാന്ധി, വിക്ടോറിയ രാജ്ഞിയും ഒക്കെ. അപ്പോൾ അതുപോലെ ഇന്ന് ഏത് മേഖലയിലും പട്ടാളത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ പോലും പറത്തുന്ന സ്ത്രീകൾ, പോലീസിൻ്റെ മേലധികാരിയായിരിക്കുന്ന രാജ്യത്തിൻ്റെ തന്നെ പോലീസിൻ്റെ മേലധികാരിയായ സ്ത്രീ ജഡ്ജിമാരായിട്ട്, സുപ്രീം കോടതിയിൽ വരെ ജഡ്ജിമാരായിട്ട്, ആരോഗ്യരംഗത്ത് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ ശോഭിക്കുന്നതും എണ്ണത്തിൽ കൂടുതലുള്ളതും സ്ത്രീകളാണെന്ന്. ഇപ്പോൾ അധ്യാപക ലോകത്ത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധ്യാപന ലോകം മുഴുവനും മിക്കവാറും 70% സ്ത്രീകളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് സ്ത്രീകൾക്ക് സാധിച്ചു കഴിഞ്ഞു ഇന്നുണ്ട്. അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ആരാണ് ചെയ്യേണ്ടത്? മേലെ ഇരിക്കുന്ന ഭരണാധികാരികളാണ് ഈ ശാക്തീകരണം ഉണ്ടാക്കേണ്ടത്. അവർക്ക് അതിന് വേണ്ട സൗകര്യം തുറന്നു കൊടുക്കണം. ഏത് കാര്യത്തിലായാലും മത്സരിച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ മുകളിലെത്തുന്നത് പെൺകുട്ടികളാണ്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം എന്നത് പണ്ടത്തെ മനു പറഞ്ഞ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, ആ കാലത്ത് അങ്ങനെയായിരുന്നു. മനു എന്ന് പറഞ്ഞാൽ ആരാണ്? വളരെ പഴയ രാമായണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാണ് മനു. 4 യുഗങ്ങളിലായി 4 മനുക്കൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ആദ്യകാലത്തെ ശക്തിയാണ് മനു എന്ന മനുഷ്യൻ. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാണാത്തവർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ. ഓക്കെ ഞാനിപ്പോൾ ഇത് നിർത്തുകയാണ്. ഓക്കെ.